വെൽക്കം ബാക്ക്. ഐഷാണ് കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമുക്ക് ഇവിടെ കുറച്ച് അസുഖങ്ങളൊക്കെ പിടിച്ചിട്ടിരിക്കുകയാണ്. മൂക്കടപ്പും ജലദോഷമൊക്കെ ആയിട്ട് 2 ദിവസമായിട്ട് ഒട്ടും വയ്യ. വോയിസ് ചെയ്യുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ എഴുതിയിട്ടത്. ഇക്കാക്ക് ചെറിയ രീതിയിൽ ജലദോഷം വന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് 2 പേർക്കും വന്നതാണ്. ഹേസുട്ടന് മൂക്കടപ്പൊക്കെ ആയിട്ട് നല്ല കരച്ചിലും കാര്യമായിരുന്നു. ഇന്നലെ ഒട്ടും തന്നെ ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് പുറത്തുനിന്ന് കഴിച്ചോളാന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിക്കാതെയാണ് കേട്ടോ പോയത്. ഞാൻ രാവിലെയാണ് ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. എഴുന്നേറ്റ് പാടെ എന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ചായയൊക്കെ വെച്ചിട്ട് ഹേസുട്ടന് കുറുക്കും കാച്ചി ഞാൻ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് എല്ലാം റെഡിയാക്കി. അതിൻ്റെ ഇടയിൽ തന്നെ ഹേസുട്ടൻ ഓരോ ഡപ്പയും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം ഹേസുട്ടനും ഞാനും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ബ്രഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു എണീറ്റപ്പോൾ. അതിനുശേഷം നമ്മൾ 2 പേരും കൂടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഹേസുട്ടൻ കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഫ്രഞ്ച് ടോസ്റ്റ് അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ കുറുക്ക് കാച്ചി കൊടുത്തു, അതും കഴിച്ചു. കിടപ്പൊക്കെ ആയതുകൊണ്ട് ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നേ ഉണ്ടായിരിക്കില്ല. നല്ല രീതിയിൽ കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് നിർബന്ധിച്ചില്ല. കാരണം ഓൾറെഡി സൗണ്ട് പോയിരിക്കുകയായിരുന്നേ. കരഞ്ഞ് രാത്രിയിൽ ഫുള്ള് കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ കരയിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവൻ കഴിച്ചത് മാത്രം മതിയെന്ന് എഴുതിയിട്ട് പിന്നീട് ഞാൻ ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് തന്നെ രാവിലത്തെ പണിയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ചോറ് വെച്ചത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മട്ടൻ കറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടാക്കി എടുക്കാം. പിന്നെ ഒരു തോരനോ എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും എടുത്ത് അരിയാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഫ്രിഡ്ജിൽ പയർ ഞാൻ വേവിച്ചത് ഫ്രിഡ്ജിൽ ഇരിക്കുന്നത് കാണുന്നത് കേട്ടോ. ഞാൻ വന്ന സമയത്തൊക്കെ ഇതേപോലെ ആയിരുന്നു. പയറും കടലയൊക്കെ സോക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒന്ന് വേവിച്ച് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ എളുപ്പമായിരിക്കും. ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ പയർ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് വെച്ചപ്പോൾ ഒരുപാടായി പോയതുകൊണ്ട് ഞാൻ കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അതിപ്പോൾ എന്തായാലും ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതും അരപ്പും കൂടി ഇട്ടിട്ട് തേങ്ങയും അതേപോലെ വെളുത്തുള്ളിയും മുളകും കറിവേപ്പിലയും ജീരകവും എല്ലാം കൂടി ഇട്ടിട്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തു കേട്ടോ. അരച്ചെടുത്തതിന് ശേഷം ഇതേപോലെ നോർമൽ പയർ തോരൻ പോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. ആദ്യം വിചാരിച്ചത് പയർ കറി പോലെ വെക്കാനാണ്. പിന്നെ ഞാൻ വിചാരിച്ച പയർ തോരൻ തന്നെ ആക്കാന്ന്. അതാകുമ്പോൾ ചോറിലിട്ട് ഹേസുട്ടന് കൊടുക്കാനും എളുപ്പമായിരിക്കും. അങ്ങനെ ഒന്ന് അരച്ചപ്പോഴേക്കും കുറച്ചൊന്ന് അരഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എന്നാലും ടേസ്റ്റിനെ ഒന്നും ബാധിച്ചില്ല കേട്ടോ. നോർമൽ പയർ തോരൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. അതിനുശേഷം ചോറും കൂടി വടിച്ചിട്ടുണ്ടായിരുന്നേ. മട്ടൻ കറി ഇരുന്നത് കൊണ്ട് ആ ഒരു ജോലി എളുപ്പമായി. എങ്കിലും ഹേസുട്ടന് തൈരോ എന്തെങ്കിലും ഉണ്ടെങ്കിലേ കഴിക്കാനായിട്ട് പറ്റത്തുള്ളേ. വൈകിട്ട് എന്തായാലും മിക്ക വരുമ്പോൾ അതെടുക്കാമല്ലോ എന്ന് എഴുതിയിട്ട് ഞാനിപ്പോൾ തന്നെ പണിയൊക്കെ തീർത്ത് വെച്ചതാണ്. രാവിലെ എന്തായാലും ലേറ്റ് ആയിട്ടല്ലേ എഴുന്നേറ്റ്. അതുകൊണ്ട് ഉച്ചയ്ക്കുള്ള പണി കൂടി തീർക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നു. പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണും കൂടെ ഒതുക്കിയതിന് ശേഷം തുണിയൊക്കെ കഴുകാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. തുണിയൊക്കെ കഴിക്കിയതിന് ശേഷം ഹേസുട്ടന് ചോറ് കൊടുത്തു. ഭയങ്കര കരച്ചിൽ കാരണം കുറുക്കും കുറച്ച് മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നേരത്തെ തന്നെ ചോറ് കൊടുക്കാമെന്നേ. അങ്ങനെ ചോറും പയർ തോരനും പിന്നെ തൈര് കുറച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം അതും കൂടി ചേർത്തിട്ട് ഹേസുട്ടന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിറകെ ഓടി നടന്നാണ് 1-2 വായെങ്കിലും വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറേ നേരം പിറകെ ഓടിയെങ്കിലും കുറച്ചെങ്കിലുമൊക്കെ വായിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. ചോറ് അങ്ങനെ അൽഹംദുലില്ലാ എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള പലഹാരത്തിന് പച്ചരി ഇടാന്ന് വിചാരിച്ചിട്ട് കിച്ചണിലേക്ക് വന്ന് പച്ചരി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കടലക്കറി ഉണ്ടാക്കാന്ന് വിചാരിച്ച് കടലയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. പച്ചരിയൊക്കെ കഴിക്കുന്ന സമയത്ത് നന്നായിട്ട് ഒരു 3-4 വെള്ളമൊക്കെ കഴുകിയതിന് ശേഷം ആ വെള്ളത്തിൽ തന്നെ നമ്മൾ മാവ് ആട്ടുകയാണെന്നുണ്ടെങ്കിൽ ആൻറ്റി ഓക്സിഡൻസ് കാര്യങ്ങളൊന്നും പോകാണ്ട് നമുക്ക് കിട്ടും കേട്ടോ. അരി കുതിർത്ത് ആ വെള്ളത്തിൽ ആൻറ്റി ഓക്സിഡൻസ് ഒരുപാട് ഉണ്ടാകും. ആ ഒരു റൈസിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് അത് നമ്മൾ പലരും കളയാറുണ്ട്. അതിനുശേഷം വേറെ വെള്ളം എടുത്തിട്ടായിരിക്കും ആട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ആൻറ്റി ഓക്സിഡൻസ് കാര്യങ്ങളൊക്കെ പോകും. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം അരി സോക്ക് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ തന്നെ നമുക്ക് മാവ് ആട്ടിയെടുക്കാം. പിന്നെ കടലയും ഞാൻ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നേ. നല്ല തലവേദനയും ബോഡി പെയിനും ഒക്കെ ഉണ്ടായിരുന്നേ. സത്യം പറഞ്ഞാൽ ഒട്ടും തന്നെ വയ്യായിരുന്നു. ബോഡി പെയിനൊക്കെ നന്നായിട്ടുണ്ടായിരുന്നേ. ഡോളോയൊക്കെ കഴിച്ചിട്ടാണ് ഒന്ന് എഴുന്നേറ്റിരുന്നത് തന്നെ. അത്രയ്ക്കും വയ്യായിരുന്നു. ഇന്ന് എഴുന്നേക്കാൻ പറ്റുമോയെന്ന് പോലും എനിക്ക് ഉറപ്പില്ലായിരുന്നു. അത്രയ്ക്കും ശരീരമൊക്കെ നല്ല പെയിൻ ഉണ്ടായിരുന്നേ. അങ്ങനെ അരിയും കടലയൊക്കെ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഞാൻ നേരെ തന്നെ വന്ന് കുറച്ച് എഡിറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും മറ്റ് വർക്കുകൾ പോലെ അല്ല. യൂട്യൂബർ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്കൊരു ചിരിയും തമാശയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു ദിവസം പോലും നമുക്കൊരു സിക്ക് ലീവ് പോലും എടുക്കാൻ പറ്റാത്ത ജോബാണ് കേട്ടോ യൂട്യൂബർ എന്ന് പറയുമ്പോൾ.
കാരണം അത്രത്തോളം കഷ്ടപ്പാടും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ നല്ലോണം കഷ്ടപ്പെട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വീഡിയോ ഇടാൻ പറ്റാത്ത സാഹചര്യമോ വയ്യായികയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നീട് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും ആ ഒരു റീച്ചോ കാര്യങ്ങളോ വ്യൂസോ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെ അതുവരെ കഷ്ടപ്പെട്ടിട്ടുള്ള എല്ലാ എഫേർട്ടും കാര്യങ്ങളൊക്കെ വെള്ളത്തിലാവുന്ന പോലെ ആയിപ്പോവും. യൂട്യൂബ് ചാനലുള്ളവർക്ക് അറിയായിരിക്കും ആ ഒരു വ്യൂസും കാര്യങ്ങളൊക്കെ നല്ലോണം കുറയും. അതുകൊണ്ട് തന്നെ വീഡിയോ ഇട്ടേ പറ്റുള്ളൂ, എഡിറ്റ് ചെയ്തേ പറ്റുള്ളൂ, എത്ര വയ്യായിക ഉണ്ടെന്നുണ്ടെങ്കിലും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ഡോളോയൊക്കെ എടുത്ത് കഴിച്ചു. അതിന് ശേഷം കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തു കേട്ടോ. കാരണം തലയൊക്കെ വല്ലാണ്ടൊരു കിറുങ്ങലായിരുന്നു കേട്ടോ. ദേഹം ഫുള്ള് വേദനയും പനിക്കുള്ള ലക്ഷണമായിരുന്നു. അങ്ങനെ ഡോളോയൊക്കെ കഴിച്ച സമയത്താണ് ഒന്ന് ഓക്കെ ആയത്. അതിൻ്റെ ഒരു സന്തോഷം മുഖത്ത് കാണാമല്ലോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞാനും ഹേസൂട്ടനും ഒന്ന് മയങ്ങിയതിന് ശേഷം എഴുന്നേറ്റപ്പോഴാണ് എനിക്കും ഹേസൂട്ടനും ഒന്നും ഓക്കെ ആയത് കേട്ടോ. ഹേസൂട്ടൻ പെട്ടുപോയായിരുന്നു. മൂക്കടപ്പ് കാരണം ബോഡി പെയിനും ഉണ്ടെന്ന് തോന്നുന്നു. എടുക്കുന്ന സമയത്തൊക്കെ നല്ലോണം കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇവിടെയൊക്കെ വന്ന് നിന്ന് സൺസെറ്റൊക്കെ കാണാനായിട്ട് വന്ന് നിന്നിട്ടുണ്ടായിരുന്നേ. സമയം വൈകിട്ടായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഞാൻ ഹേസൂട്ടനും വിൻഡോയുടെ അവിടെ കുറച്ച് നേരം ഒന്ന് വായി നോക്കാനൊക്കെ നിന്നതിന് ശേഷം ചായ ഇടാമെന്ന് വിചാരിച്ചേ. ഇക്ക എന്തായാലും വരാറായിട്ടുണ്ട്. അപ്പോൾ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും കുറച്ച് മസാല ചായ ഇടാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഇഞ്ചിയും ഏലക്കയും കറുവപ്പട്ടയും എല്ലാം കൂടി എടുത്തൊന്ന് ചതക്കുകയാണ്. എന്നിട്ട് ചായയിലിടാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇതേപോലെ പട്ടയും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് കഴുകിയിട്ടിടണം കേട്ടോ. ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്തും പറയാറുള്ളതാണ്, അത് ഒരുപാട് ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊന്നും കഴുകിയതിന് ശേഷമല്ല ഉണക്കുന്നതും. അതിനുശേഷം എത്രയോ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിലും കിച്ചണിലൊക്കെ എത്തുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷം മാത്രം സ്പൈസസ് ഒക്കെ യൂസ് ചെയ്യുക കേട്ടോ. അങ്ങനെ ചായയൊക്കെ വെച്ച സമയത്ത് തന്നെ ഇക്ക വിളിച്ചിട്ടുണ്ടായിരുന്നേ. ഇക്ക വിളിച്ചിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ റോജി ബൈക്ക് ഇറങ്ങിയിട്ടുണ്ട്, അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇക്ക വിളിച്ച് സംസാരിച്ച ആ സമയം കൊണ്ട് എന്നെ എത്തി നോക്കിയാണെന്ന് തോന്നുന്നു ചായ പൊങ്ങി കാണിട്ടുണ്ടായിരുന്നേ. നമ്മളില്ലാന്നുണ്ടെങ്കിൽ അപ്പോഴേ എത്തി നോക്കൽ പരിപാടി അല്ലെങ്കിൽ ഈ ചായക്കും പാലിനും ഉള്ളത് തന്നെയാണ്. ചില സമയത്ത് ദേഷ്യം വരും. എനിക്ക് ഇങ്ങനെ ഇടന്നു കഴിഞ്ഞാൽ വല്ലാത്തൊരു അത് ഉണ്ടാക്കി കഴിയുന്നവരെ ഒരു ഇറിറ്റേഷൻ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ അത് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരു മനസ്സുഖം, അത്രേ ഉള്ളൂ. അതിനുശേഷം ഞാൻ പെട്ടെന്ന് തന്നെ അവർ വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് നഗറ്റ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. ആദ്യം വിചാരിച്ച വാഴയ്ക്കപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാമെന്നാണ്, പിന്നീട് ഒട്ടും വയ്യ ഗൈസ്. അതുകൊണ്ടാണ് അങ്ങനെ നഗറ്റ്സ് ഉണ്ടാക്കി. പിന്നെ ഇക്കാലത്ത് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ചായക്ക് സ്നാക്സ് ആയിട്ട്. നഗറ്റ്സ് ഇതേപോലെ ഓരോ ഷേപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നേ. കുട്ടീസിനുള്ളതായിരുന്നു സംഭവം നഗറ്റ്സ്. അപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ ഇക്ക വന്നിട്ടുണ്ടായിരുന്നേ. ഇക്ക വന്നതിന് ശേഷം കുറച്ച് സ്നാക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അതും കൂടിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിൻ്റെ ഇടയിൽ തന്നെ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. ഇക്ക വന്നതിന് ശേഷം പിന്നെ ഹേസൂട്ടൻ ഇക്കയുടെ കൂടെ ആയിരുന്നു കേട്ടോ. ഞാൻ പെട്ടെന്ന് അവർ വരുന്നെന്ന് പറഞ്ഞിട്ട് ഹേസൂട്ടന് പെട്ടെന്ന് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇക്ക വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇക്കയുടെ കയ്യിൽ കൊടുത്തു. 2-3 ദിവസമായിട്ട് ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉടുപ്പിടാനേ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ലേ. അപ്പം ഞാൻ വലുതായിട്ട് നിർബന്ധിക്കാൻ പോയില്ല. നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ വീഡിയോ എടുക്കുമ്പോഴാണ് അവൻ്റെ ആ ഒരു സ്റ്റീൽ ബോഡി എല്ലാവരും കാണുമെന്നുള്ളൊരു വിഷമം കാരണം ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ് ഗൈസ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇക്ക ഹേസൂട്ടിന് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് വന്നു. ഇടയ്ക്ക് വന്നിട്ട് ഒരു ഡപ്പ തുറന്നിട്ട് അതിനകത്ത് ആപ്രിക്കോട്ട് ഇരിക്കണ അത് വേണമെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അങ്ങനെ ഞാനത് പെട്ടെന്ന് കഴുകി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചിട്ട് മൊത്തം അത് ഒലിച്ചിറങ്ങി അങ്ങനെയൊക്കെ ഇരിക്കാവുന്നതാണ്. ഞാൻ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കാൻ വിചാരിച്ചത്. അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സനലും റോജിബായും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. റോജിബായി ഇതാണ് നാട്ടിൽ പോയിട്ട് നല്ലോണം മെലിഞ്ഞിട്ടൊക്കെയാണ് ആൾ വന്നിട്ടുണ്ടായിരുന്നത്. പനിയൊക്കെ പിടിച്ചിട്ട് ഒട്ടും വയ്യായിരുന്നു വന്ന സമയത്ത്. വരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം ഹേസൂട്ടനാണ് കേട്ടോ. കാരണം നമ്മൾ രണ്ടുപേരെയും കണ്ട് മടുത്തിരിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കൂടെയാണ്, പിന്നെ നമ്മൾ രണ്ടുപേരെയും മൈൻഡ് ചെയ്യില്ലേ. അപ്പോൾ സനല എടുത്തുകൊണ്ടൊക്കെ നടക്കുകയായിരുന്നു. വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ പിറക്കെയാണ്. ഇർഷാദൊക്കെ ഇപ്പോൾ നാട്ടിലാണ്, അതുകൊണ്ടാണ് കാണാത്ത, അല്ലെങ്കിൽ ഇപ്പോൾ കൂടെ ഉണ്ടായിരുന്നേനെ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നാട്ടിൽ പോയിട്ട് റോജിബായി വന്ന ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ആൾ കൊണ്ടുവന്നിട്ടുള്ള സാധനമാണ് കേട്ടോ. ഇന്ന് വന്നിട്ടുള്ളതും ഒരു സാധനം തരാൻ വേണ്ടിയിട്ടായിരുന്നു. നാട്ടിൽ നിന്ന് വരിക്കച്ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഇന്നാണ് മുറിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് തരാൻ വേണ്ടിയിട്ടാണ് ആൾ വന്നത് കേട്ടോ. കുറച്ച് ഇരുന്ന് സംസാരിച്ച് മൂവിയൊക്കെ കണ്ടിട്ട് അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരിറങ്ങിയ സമയത്ത് ഇക്കായി ഹേസൂട്ടിനും കൂടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് താഴെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇക്കായ്ക്ക് പോയ സമയത്ത് ഞാൻ വിചാരിച്ചു അരിയൊക്കെ ഒന്ന് അരച്ച് കിച്ചണൊക്കെ ഒന്ന് ഒതുക്കാനേ. അങ്ങനെ അരിയൊക്കെ അരച്ച് തീർന്നപ്പോഴേക്കും ഹേസൂട്ടിനും ഇക്കായും കൂടെ വന്നിട്ടുണ്ടായിരുന്നേ.
ഞാൻ കതവ് തുറക്കുമ്പോൾ കാണുന്നത് ഹീസുട്ടിൻ്റെ ഒറ്റ ഓട്ടം ഓടുന്നതാണ്. അപ്പുറത്തെ റൂമിലേക്ക് ഇവിടെ ഒരു പുതിയ നൈബർ വന്നിട്ടുണ്ട്. ഹീസുട്ടിനൊക്കെ ഇങ്ങനെ വന്ന സമയത്ത് ആളെന്തിനോ കതവ് തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹീസുട്ടിനെ കണ്ടിട്ട് അങ്ങനെ വിളിച്ചപ്പോൾ ഓടി അങ്ങ് കയറിപ്പോയേ. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ആളെ കാണുന്നത്. പക്ഷേ അതിൻ്റെ ആ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് അങ്ങ് ഓടിക്കയറി ആ റൂമിലൊക്കെ പോയി നോക്കുന്നുണ്ടായിരുന്നേ. പിന്നെ വരുന്നേ ഉണ്ടായിരുന്നില്ല. ആളോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് കറങ്ങിയതിന് ശേഷം കീയൊക്കെ എടുത്ത് കൊടുത്ത സമയത്ത് ഓടി ഇങ്ങ് വന്നിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം നമ്മൾ റൂമിലൊക്കെ വന്നിട്ട് ഹീസൂട്ടിന് കുറുക്ക് ഞാൻ കാച്ചി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം റോജിബായി കൊണ്ടുവന്ന ചക്കയൊക്കെ നമ്മൾ കഴിച്ചു കേട്ടോ. നല്ല മധുരം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നല്ല മൂക്കടച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിലും ടേസ്റ്റൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നേ. ഫുഡ് കഴിക്കാനും നല്ല ക്രാവിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മൂക്കടപ്പിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ, ജലദോഷമൊക്കെ വരുമ്പോൾ ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് കൊതി തോന്നുവേ. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നമെന്ന് പറയുന്നത്. പനി വന്നു കഴിയുമ്പോൾ പോലെയല്ല, ജലദോഷം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കാനായിട്ട്, നല്ല എരിവുള്ള ഫുഡ് അല്ലെങ്കിൽ നല്ല മധുരമുള്ള ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര കൊതിയാണ്. പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും തന്നെ കഴിക്കാനായിട്ട് തോന്നില്ല. പക്ഷേ ജലദോഷം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിശപ്പാണ് ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് തോന്നും. അങ്ങനെ ചക്കയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. ചക്കയും കുറേ സ്നാക്സൊക്കെ കഴിച്ച സമയത്ത് തന്നെ വയറ് ഡപ്പായപ്പോൾ പിന്നെ ഒന്നും കഴിക്കാൻ തോന്നിയില്ല. രാത്രിയിലൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് തന്നെ കുറേ ഉണ്ടായിരുന്നു. ബാക്കി ഉണ്ടായിരുന്ന നഗറ്റ്സും കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെയൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്ന സ്നാക്സിൽ തന്നെ മുട്ട പപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ കഴിച്ചിട്ടും ബാക്കി ഉണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിച്ചു. ചായയും കൂടെ കുടിച്ചപ്പോൾ പിന്നെ നമ്മൾ രാത്രിയിലൊന്നും കഴിച്ചില്ല കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ടൈം ഉള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു കടലക്കറി കൂടി വെച്ചിട്ട് കിടക്കാം. അല്ലാണ്ട് രാവിലെ കുക്കറൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഹേസിട്ട് അപ്പോൾ തന്നെ എഴുന്നേക്കും. ഇത്രയെങ്കിലും ഉറങ്ങണമെങ്കിൽ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ച് രാത്രിയിൽ തന്നെ പണിയൊക്കെ തീർത്ത് വെക്കാൻ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ കടലക്കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റും ഉരുളക്കിഴങ്ങും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയും സവാളയും എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് കുക്കറിലിട്ട് 2 വിസിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അടുക്കളയൊക്കെ ഒതുക്കി കുറേ പാത്രങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കഴുകിയതിന് ശേഷം കിച്ചണൊക്കെ ഒതുക്കി ഞാൻ നേരെ തന്നെ പോയി ദേഹം കഴുകാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ദേഹമൊക്കെ കഴുകിയിട്ട് ഹേസിട്ട് കുറുക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം കുറച്ച് തുണികളും കാര്യങ്ങളൊക്കെ മടക്കി വയ്ക്കാനുണ്ടായിരുന്നു. മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്ന തുണി എടുത്ത് വിരിക്കാനുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കിടന്നേ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ പറ്റുമായിരിക്കും. ബൈ. അസ്സലാമു അലൈക്കും.